മനസ്സിൽ പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്നു വെച്ചപ്പോഴും പോസിറ്റീവ് ഉണ്ടാവണമെന്നില്ല. ഏതൊരു സിറ്റുവേഷൻ ഉണ്ടായാലും അത് പോസിറ്റീവായിട്ട് എടുക്കുന്നതിലാണ് കാര്യം. അങ്ങനെ നമ്മൾ ഏകദേശം കുത്തപ്പിനാറും അതിന്റെ പരിസരവും കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള ലക്ഷ്യം ഒന്ന് കിടന്നുറങ്ങണം. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് അടുത്ത് കണ്ട കുത്തപ്പിനാറിലോട്ട് വെച്ച് പിടിച്ചത്. ഇതിനിടയ്ക്ക് ഡൽഹിയിലുള്ള പല ആൾക്കാരെയും വിളിച്ച് ഞാൻ സ്റ്റേയുടെ കാര്യം തിരക്കുന്നുണ്ടായിരുന്നു. പണ്ട് ടൂറിസ്റ്റ് ടാക്സി ഓടിക്കാൻ പോയപ്പോഴും ആഡ്സ് വഴി പരിചയപ്പെട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഡൽഹിയിൽ. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്യാൻ PG ആണ് ബെറ്റർ എന്ന്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ റാപ്പിഡോയിലോട്ട് കയറിയതാണ് ഈ കാണുന്ന രംഗം. അങ്ങനെ PGകൾ കുറേയുള്ള സ്ഥലങ്ങൾ ഗൂഗിളിനകത്ത് നോക്കി അങ്ങനെ നടന്നു ഇരുന്ന് മോട്ടോയ്ക്കകത്ത് കയറിയും ബൈക്കിനകത്ത് കയറിയും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുറെ PGകളുള്ള ഒരു സ്ഥലത്തെത്തി. അങ്ങനെ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ 8000 രൂപ കൊടുത്ത് ചിരിക്കുന്നവന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. രാത്രിയാവും തോന്നുന്നു തണുപ്പിന്റെ കാഠിന്യം കൂടുന്നു എന്ന് ഡൗട്ട്. PGയിൽ രാവിലെയും രാത്രിയിലും ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊല്ലംകാരൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു സന്തോഷം തോന്നി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തുമ്മലും മൂക്കലിപ്പും തുടങ്ങി. ആന്റിബയോട്ടിക് മേടിക്കാൻ വേണ്ടി എന്തായാലും തീരുമാനിച്ചു. പാനിപൂരി നമ്മുടെ ഫേവറേറ്റ് സാധനമായിട്ട് കണ്ടപ്പോഴേ ഒന്ന് പോയി മേടിച്ച് കഴിക്കാൻ തീരുമാനിച്ചു. ചൂടുവെള്ളവും തിളപ്പിച്ചാറിയ വെള്ളവും കുടിക്കുന്നതാണ് എനിക്ക് ശീലം. പക്ഷേ ഇവിടെ ഉള്ളവർക്കാണ് ആ ശീലവും ഇല്ല. അപ്പം പിന്നെ ചായ തന്നെ ശരണം. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് റൂമിലെ രണ്ടാമത്തെ അന്തേവാസിയും വന്നു. രാത്രിയിലത്തെ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് റിപ്പബ്ലിക് ഡേ. ഡൽഹിയിലൊക്കെ എത്രമാത്രം തിരക്കുണ്ടാവുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസം വെളിയിലോട്ട് പോകേണ്ടെന്ന് വലിയ കാര്യം വന്നില്ല. അതിനു മുന്നേ പനിയായി കിടപ്പിലായി. പനി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്തുമാത്രം ശല്യം ഞാൻ ഉണ്ടാക്കുന്നതെന്ന് അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. 2 മണി വരെ ഒട്ടും വയ്യാതെ എന്തൊക്കെ ആലോചിച്ച് കിടന്നു. ഇനിയും കിടന്നാൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായ ഞാൻ എന്തോ ഒരു എനർജിയുടെ പുറത്ത് എൻ്റെ മനസ്സിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് 2 കിലോമീറ്റർ നടന്ന് 3 കിലോമീറ്ററായി 5 കിലോമീറ്ററായി 10 കിലോമീറ്ററോളം നടന്നു. എന്തിനാ നടന്നെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമേ.